നിന്റെ ചെകിട്ടത്തെ 1000 തല്ല് തല്ലുന്നതിനേക്കാൾ ശക്തി ഉണ്ടായിരുന്നു അവന്റെ സഹനശക്തിക്ക്. അവിടെ നീ തോറ്റുപോയല്ലോ. അതുകൊണ്ടാ ഈ ഇരിക്കുന്ന ദീമോളുണ്ടല്ലോ, അവള് പോലും നിന്നെ വെറുത്തു പോയത്. വന്ദനമ്മേ, ദിയമ്മോള് വണ്ടീന്ന് വീണു. അത് അങ്കിളിന്റെ തെറ്റല്ല. പിന്നെ എന്തിനാ വന്ദനമ്മ പാവ അങ്കിളിനെ തല്ലിയത്? ശരിയാ, നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ വന്ദന തെറ്റുകാരിയായി, കുറ്റക്കാരിയായി. ഞാൻ പ്രസവിക്കാത്ത എന്റെ മോള മോള്. അവളെ ഞാൻ എന്റെ ജീവനെ തുല്യം സ്നേഹിക്കുന്നു. അവൾക്ക് വേണ്ടി എന്റെ പേരിൽ രാജീവ് സാർ എഴുതി വെച്ച സ്വത്ത് മുഴുവൻ ഉപേക്ഷിച്ചവളാ ഈ വന്ദന. എന്തിനു വേണ്ടി നിങ്ങൾക്കറിയോ? ഈ ദേമോൾക്ക് വേണ്ടി. ഇവൾക്കൊന്ന് നൊന്ത, ഇവളുടെ കണ്ണിൽ നിറഞ്ഞ എനിക്ക് സഹിക്കില്ല. അങ്ങനെയുള്ള ദേമോളെ ബൈക്കിൽ നിന്ന് തള്ളിയിട്ട് ഈ കോലത്തിലാക്കിയത്. പ്രതീക്ഷിക്കാതെ കണ്ടപ്പോ ഞാൻ വേഗം പ്രതികരിച്ചു. ചെക്കനാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചു, തല്ലി. ശരിയാ, അതിന് നേരിൽ കണ്ട് ഞാൻ മാപ്പും പറഞ്ഞു. അയാൾ മാപ്പ് സ്വീകരിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. അതിനെല്ലാവരും കൂടി എന്നെ വെറുക്കുന്നെങ്കിൽ വെറുത്തോ. പക്ഷെ എനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, അതിൽ നിന്ന് ഞാൻ മാറില്ല, മരിച്ചാലും. മോളെ വന്ദന, വന്ദന, വന്ദനമ്മേ, മാധവേട്ട, അവര് വരുന്നുണ്ട്. ജഗനെ കണ്ടോ മോളെ? കണ്ടു. വന്ദന ജഗനെ തല്ലിയതിന്റെ പേരില് അവൻ ദേഷ്യപ്പെട്ടോ? അവന് വന്ദനയോട് ദേഷ്യം കാണുമല്ലേ? അതൊന്നും ഓർത്തിനെ അച്ഛനും അമ്മയും വിഷമിക്കണ്ട. വന്ദനേച്ചി അളിയനെ തല്ലിന്നൊരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള നിലപാടില്ല അളിയൻ. ചേച്ചി അളിയനെ കണ്ട് കുറ്റസമ്മതം നടത്തി, അവര് കോംപ്രമൈസ് ആയി. വന്ദനേച്ചിയുടെ തെറ്റ് എന്റെ അച്ഛനെ അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ ഏട്ടൻ അതിനൊന്നും അനുവദിച്ചില്ല. ഒരു കാരണവശാലും ആ സംഭവം അച്ഛൻ അറിയരുതെന്നും ചേച്ചിയോട് താൻ ക്ഷമിച്ചു കഴിഞ്ഞു എന്നാ ഏട്ടൻ പറഞ്ഞത്. ദൈവമേ, എന്നാലും വന്ദന ജയനെ കണ്ട് ക്ഷമ ചോദിച്ചോന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ അളിയൻ്റെ കൂടെ നിൽക്കുമ്പോഴാ വന്ദനേച്ചിയുടെ കോള് വന്നത്.
ഫോൺ അളിയന്റെ കൊടുക്കാൻ ചേച്ചി ആവശ്യപ്പെട്ടു. അളിയനെ അത്യാവശ്യം കാണണമെന്ന ആവശ്യത്തിന് പുറമെ കാണേണ്ട സ്ഥലവും സമയവും അളിയനെ അറിയിച്ചതും വന്ദനേച്ചിയാ. വന്ദനേച്ചി പറഞ്ഞ സ്ഥലത്ത് ഏട്ടൻ കൃത്യമായിട്ട് എത്തി. അവർ തമ്മിൽ കണ്ടു, കോംപ്രമൈസിൽ എത്തി. ജഗനെ കണ്ട് വിവരം പറയാൻ എന്നെ അച്ഛനും അമ്മയും അനുവദിച്ചില്ലല്ലോ. ജഗനെ തലയെ കുറ്റം പെരുപ്പിച്ചു കാട്ടി എന്നെ തളർത്താനല്ലേ അച്ഛനും അമ്മയും ശ്രമിച്ചത്. ജഗനെ തലയത് ന്യായീകരിക്കാൻ കെട്ടുകഥകളും ചമച്ചുകൊണ്ട് വരുന്ന നുണച്ചിയായിട്ടല്ലേ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത്. ജഗനെ കണ്ട് ചെയ്തു പോയ തെറ്റിന് മാപ്പും പറഞ്ഞു. ഇന്നെനിക്ക് ആകെയുള്ളത് മരവിച്ചൊരു മനസ്സാ. എന്നാലും ചെയ്തു പോയ തെറ്റാണെന്ന് സമ്മതിക്കാനുള്ളൊരു മനസ്സ്, അതെനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവരും ഒന്ന് ഓർക്കണം. ക്ഷമിക്കണം മോളെ. ജഗനെ പോലൊരു പരോപകാരിയും സൽസ്വഭാവമായ ചെറുപ്പക്കാരനോടാണ് നീ അവിവേകം കാണിച്ചത്. ജഗനെ കണ്ട് നീ കുറ്റസമ്മതം നടത്തിയെങ്കിൽ അതിൽ പരം ഒരു സമാധാനം ഉണ്ടാവാനില്ല മോളെ. വളരെ നന്നായി. തെറ്റ് ചെയ്തിട്ട് അതിന് ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സ് പോലും നിനക്കില്ലാതായി പോയല്ലോ എന്നുള്ളൊരു വേദനയായിരുന്നു എനിക്ക്. അതുകൊണ്ടാ അങ്ങനെയൊക്കെ പെരുമാറിയത്. ജഗനോട് മനസ്സു തുറന്ന് കുറ്റസമ്മതം നടത്തിയപ്പോ എല്ലാം തീർന്നു മോളെ. ഇപ്പോഴാ അമ്മയ്ക്ക് സമാധാനായേ. അപ്പോ ജഗനളിയനും വന്ദനേച്ചിയും തമ്മിൽ കോംപ്രമൈസ് ആയി. അച്ഛനമ്മമാരും ചേച്ചിയും തമ്മിലും കോംപ്രമൈസ് ആയി. ഇനി ആരുമായിട്ടെങ്കിലും കോംപ്രമൈസ് ആവാനുണ്ടോ? എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്. സഹോദരനെ സ്നേഹിക്കുന്ന ഒരു സഹോദരിക്കും പൊറുക്കാനാവാത്ത തെറ്റാ വന്ദനേച്ചി ചെയ്തത്. അതിന്റെ നീരസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ചേച്ചി ഏട്ടനോട് ക്ഷമ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തമ്മിലും കോംപ്രമൈസ് ആയി. ആ ജഗനാ, വാ വാ, ഇരിക്കും മോനെ. ആ ജഗനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. എന്താച്ചാ വിശേഷിച്ച് വല്ലതും? ജഗനോട് വന്ദന ചെയ്ത ബുദ്ധിമോശം കൊണ്ട് ഞങ്ങളൊക്കെ വളരെ വിഷമത്തില. എങ്ങനെ ജഗന്റെ മുഖത്ത് നോക്കുന്നുള്ള ആശങ്കയില. അപ്പോഴാ വന്ദന മോന്റെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു എന്നുള്ള വിവരം അറിഞ്ഞത്. അതോടെ കുറച്ചൊരു സമാധാനമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോൻ ഈ വീട്ടിലേക്ക് വരില്ലെന്നാ ഞങ്ങൾ ആദ്യം കരുതിയത്. എന്തായാലും വന്നല്ലോ, ആശ്വാസമായി. ഹേ, അച്ഛനങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കാലിന് സ്വാധീനമില്ലാത്തൊരു കുട്ടി ബൈക്കിൽ നിന്ന് വീണെന്നുകൂടി കേട്ടാ ഏതമ്മയ്ക്കാ അത് സഹിക്കാൻ കഴിയുക? കുട്ടിയോടുള്ള അമിത വാത്സല്യം കൊണ്ട് വന്ദനയ്ക്കൊരു കൈബദ്ധം പറ്റി, അത്രേ ഉള്ളൂ. അത്ര ലാഘവത്തോടെ ആ സംഭവത്തെ കാണാനുള്ള മനസ്സും അറിവും എനിക്കുണ്ടെന്ന് അച്ഛൻ ഓർക്കണം. മോൻ അങ്ങനെ ഒരു മനസ്സുള്ള ആളാണെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞങ്ങൾ തളർന്നു പോയത്. ആ നമുക്ക് ആ പ്രശ്നം വിടാ അച്ഛാ. അല്ല, ഇതെന്താ? ആ ഇതേ ഒരു സാരി ഹരിതയ്ക്ക് കൊടുക്കാനുള്ളതാ. ഓ ഹരിതേ, ഞാൻ വാഷ്റൂമിലായിരുന്നു. എന്താ നോക്ക്, ജഗം വന്നത് കണ്ടില്ലേ?
നമ്മുടെ ചാപ്റ്റർ ഇതോടെ അവസാനിച്ചു. ഇതെന്താ? ഒരു സാരിയാ. സാരിയോ? എനിക്ക് സാരിയൊന്നും വേണ്ട. എന്റെ ആവശ്യത്തിനുള്ള സാരിയൊക്കെ ഇവിടെയുണ്ട്. ഉം. ആഹാ, മോനോ എപ്പോ വന്നു? ആ, വന്ന് കയറിയതേ ഉള്ളൂ. ആഹാ. ചന്ദ്രയമ്മ ഇപ്പൊ വന്നത് നന്നായി. ഈ സാരി എന്റെ ഏട്ടനും ഏട്ടത്തിയും തന്നയച്ചതാ, ഹരിതയ്ക്ക് കൊടുക്കാൻ. ഇത് ചന്ദ്രയമ്മ തന്നെ ഹരിതയെ ഏൽപ്പിച്ചാ മതി. ആ, ജഗൻ സാരി കൊണ്ടുവന്നത് നിനക്കാണെന്നുള്ള തെറ്റിദ്ധാരണ ഇപ്പൊ മാറിയില്ലേ മോളെ? അത് വന്ദനയെ ചുണ്ടു പിടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു നമ്പർ ഇട്ടതല്ലേ. ആ, എന്നാ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അപ്പൊ ഞാൻ ഇറങ്ങാം. അങ്ങനെ ഇങ്ങ് പോകാൻ വരട്ടെ. ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോയാ മതി. ആ, തിരക്കുള്ളവരെ എന്തിനാ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? നിനക്ക് ജഗനെ ഇനിയും മനസ്സിലായിട്ടില്ല മോളെ. നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ഞാൻ ജഗനുമായിട്ട് പരിചയപ്പെട്ടതാ. ഹരിതയുടെ അമ്മായിമ്മയാണ് ഞാനെന്ന് അറിയാതെ തന്നെ ജഗൻ എനിക്ക് പല ഉപകാരങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പരിചയപ്പെടാൻ വൈകിയെങ്കിലും ചന്ദ്രുവിന്റെ അഭിപ്രായം തന്നെയാ എനിക്കും ജഗനെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോയാ മതി. ചന്ദ്രികാമ്മയുടെയും അച്ഛൻ്റെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ ആ ഒരു ചായ കുടിക്കണമെന്ന മോഹം എനിക്കും ഇല്ലാതെ ഇല്ല. ആ ഹരിതേ, എല്ലാരും കൂടി എന്തോ വലിയ ചർച്ചയിലായിരുന്നു തോന്നല്ലോ. ജഗൻ വന്നത് വെറും കൈയോടെ അല്ല. നിന്റെ മൂത്ത ചേട്ടനും നാത്തൂനും കൂടി നിനക്കൊരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട്, ഒരു സാരി. ആ, ദാ. മൂത്ത ചേട്ടനും നാത്തൂനും ആദ്യമായിട്ട് എനിക്കൊരു സമ്മാനം തരുന്നു. എനിക്ക് വളരെ സന്തോഷമായെന്ന് ഏട്ടൻ അവരോട് പറയണം. പറഞ്ഞേക്കാം. മോളെ, ജഗൻ ഒരു കപ്പ് ചായ ഉണ്ടാക്കി കൊണ്ടുവാ. പെട്ടെന്ന് വേണം. ഞാൻ തന്നെ ചായ ഇടണോ? വേണം. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായ ജഗൻ ഇതിനു മുമ്പ് ഇവിടുന്ന് കുടിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് നിങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല. എന്നാലും ചായ അവന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ടാ നീ തന്നെ ചായ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ ചായയുടെ രുചി ജഗന് ഒരിക്കൽ കൂടി അറിയട്ടെ. മോള് ചെല്ല്. ആ, മോള് ചായ ഇട്ടോണ്ട് വാ. സാരി അയാളുടെ ചേട്ടനും ചേട്ടത്തിയും കൊടുത്തയച്ചതല്ല. സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി അയാൾ വാങ്ങിച്ചതാ. എന്നോട് ശൃംഗാര പ്രകടനങ്ങൾ കാണിക്കാൻ ഈ വീട്ടിൽ വരണം. അതിനൊരു കാരണം വേണം. നാണം കെട്ടവൻ. പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ടിട്ട് അങ്ങ് കൊടുക്കണം.
അല്ലെങ്കിൽ വേണ്ട. ഇത് ഉപ്പുപൊടി. പഞ്ചസാരയ്ക്ക് പകരം അയാൾ ഇന്ന് ഉപ്പിട്ട് ചായ കുടിച്ചാൽ മതി. എന്റെ ചായക്ക് നല്ല അഭിപ്രായം പറഞ്ഞ ആളല്ലേ, ഉപ്പിട്ട് തന്നെ ചായ കുടിക്കട്ടെ. അതോടെ എന്നെ കാണാനുള്ള അയാളുടെ വരവങ്ങ് നിൽക്കും. ചായ വേണത്ര ചായ. പേരക്കുട്ടികൾ നല്ല നില ജീവിക്കുന്നത് കണ്ടിട്ട് മരിക്കണമെന്ന എന്റെ ആഗ്രഹം. പ്രകാശന് ജോലിയുണ്ട്, അത്യാവശ്യം വേണ്ട സമ്പാദ്യമുണ്ട്. എന്നാൽ മനോജിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. എത്ര കാലമെന്ന് വെച്ചാ അവൻ ഭാര്യയുടെ ചെലവിൽ ഇങ്ങനെ ജീവിക്കുന്നത്? മനോജിന്റെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടാകണം മോന്. എന്തെങ്കിലും ഒരു വരുമാന മാർഗം അവനും ഉണ്ടാകണം. നീ വിചാരിച്ചാൽ അത് നടക്കുവോ? ഉറപ്പായിട്ടും. ഞങ്ങളുടെ ഒരേ ഒരു സഹോദരി ഹരിത. അവളുടെ ഭർത്താവ് ജോലിയൊന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് മോശമാണെന്നുള്ള ചിന്തയൊന്നും അച്ഛനില്ല. മനോജിനോട് ഇപ്പോഴും ഉള്ളുകൊണ്ട് കടുത്ത ദേഷ്യം അച്ഛന്. മനോജിന് ഒരു ബിസിനസ് തുടങ്ങാനുള്ള പണം വേണം. ഹരിതയ്ക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ 10% പോലും വേണ്ട അതിന്. എന്നാൽ അത് കൊടുക്കാൻ അച്ഛൻ തയ്യാറാവുന്നില്ല. ഹരിത അച്ഛനോടൊന്നും ചോദിക്കുന്നുമില്ല. എനിക്കതിന് മനസ്സ് അനുവദിക്കുന്നില്ല ഏട്ടാ. എന്റെ ഇഷ്ടപ്രകാരം ഒളിച്ചോടി വന്നവളല്ലേ ഞാൻ. ഞാൻ എങ്ങനെ അച്ഛനോട് പണം ചോദിക്കുന്നേ? നീ വിഷമിക്കണ്ട, നമുക്കതൊക്കെ മാറ്റിയെടുക്കാം മോളെ. മുത്തശ്ശി, മനോജിനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ കുറച്ച് കാലതാമസം വേണ്ടിവരും. എന്റെ അച്ഛൻ ശങ്കരക്കുറുപ്പിനെ ധർമ്മപുത്രയുടെ പരുവത്തിലാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടിവരുമല്ലോ. ചായ അവൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും മോളെ. കൊടുക്ക്. ചായ.
എന്താ മോനെ, ചായ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. സൂപ്പർ ചായ. പക്ഷേ ആദ്യം ഒരു ടേസ്റ്റ് വ്യത്യാസം അനുഭവപ്പെട്ടു എന്നൊരു സംശയം. ടേസ്റ്റ് വ്യത്യാസോ? തിരക്കുള്ള ആളാ, പെട്ടെന്ന് പറഞ്ഞു വിടണല്ലോ എന്നോർത്ത് തിരക്കിട്ടാ ഞാൻ ഈ ചായ ഉണ്ടാക്കിയത്. വല്ല പാകപ്പിഴവും സംഭവിച്ചോന്നറിയില്ല. മോൾ ഉണ്ടാക്കുന്ന ചായക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. അതില് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ജഗന്? ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. സൂപ്പർ. നല്ല മണം, നല്ല രുചി, നല്ല കടുപ്പം. ഇത്രയും രുചികരമായ ചായ ഞാൻ ഇതുവരെ കുടിച്ചിട്ടേ ഇല്ല. എന്തായാലും വന്ദനെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ മഹാഭാഗ്യവാനാ. ഇത്രയും രുചികരമായ ചായ അയാൾക്ക് എന്നും കുടിക്കാലോ.